അതോ വരുന്നു. നിങ്ങളെല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് എന്നെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? പിന്നെ കാത്തിരിക്കായിരുന്നു. എന്താടാ മോനെ നിന്റെ മുഖത്തിനൊരു ക്ഷീണം? അമ്മേ, കൗൺസിലിംഗ് അല്ലായിരുന്നോ? അതിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടായൊരു ക്ഷീണമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് അല്ലായിരുന്നോ? ഒന്ന് പുറത്തിറങ്ങാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ആ ക്ലാസ്സിൽ ഇരുന്നിരുന്നിരുന്ന് അങ്ങനെ വന്നൊരു ക്ഷീണമാണ്. എന്നിട്ട് ക്ലാസ് കേട്ട് കേട്ട് വല്ല ഗുണം ഉണ്ടായോ? ഉയ്യോ, ഗുണമുണ്ടായോന്നോ? പരമാനന്ദമല്ലേ പരമാനന്ദം. എൻ്റെ ജീവിതത്തിലെ ഇന്നലെ വരെ ഉണ്ടായിരുന്നതെല്ലാം മാറി. ഇപ്പം ഞാൻ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് മാറി. നമ്മളെല്ലാവരും കൂടി അവിടെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ ഇനി ഒരിക്കൽ പോകണം. വലിയ അനുഭവമാണ്, വലിയ മാറ്റമല്ലേ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പോവാം. അല്ല, ലക്ഷ്യബോധമാക്കാനുള്ള ടിപ്സ് ഒക്കെ അച്ഛൻ ഞങ്ങൾക്കും പറഞ്ഞു തരത്തില്ലേ? അവിടെ ആ കൗൺസിലിംഗ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷെ അത് പോരാ. നീ ഒരു ആൺകുട്ടിയല്ലേ, നീ ആ കൗൺസിലിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യണം. അതൊരു വലിയ അനുഭവമാണ് മോനെ. അല്ല അച്ഛാ, എനിക്ക് ഉത്തരവാദിത്തം വരാനുള്ള ടിപ്സോ? മോളെ, ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിനുള്ള ടിപ്സും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതും ഞാൻ മോൾക്ക് പകർന്നു തരും. ചേട്ടാ ക്ഷമിക്കണം ചേട്ടാ, ഞാൻ 1-ാം തീയതി ഇവിടെ കാലുകുത്തിയോണ്ടല്ലേ ചേട്ടൻ ആ കൗൺസിലിങ്ങിന് പോകേണ്ടി വന്നത്. ക്ഷമിക്കണം. മോൾ 1-ാം തീയതി ഇവിടെ വലതുകാല് വെച്ച് കയറിയതിൻ്റെ ഫലമായിട്ടല്ലേ എനിക്ക് ഈ മഹാ കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ എനിക്ക് ലഭിച്ചത്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. അല്ല, അത് മാത്രമല്ല, 1-ാം തീയതി ആയതുകൊണ്ട് നിങ്ങളുടെ കയ്യിലെ പൈസ ആരും തിന്നും കുടിച്ചും കൊണ്ടുപോയില്ലല്ലോ. കറക്റ്റ്. എന്തോ ഒരു പൊരുത്തക്കേട്. മനോഹരനെ അറിയുവാ? മനോഹരം. മനോഹരമല്ല, മനോഹരൻ. മനോഹരൻ അറിയുവാ? എവിടെയോ കേട്ടപ്പോഴൊരു പേര്. അവനിവിടെ വന്നായിരുന്നു. ഈ പൈസ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. നിങ്ങൾ മേടിച്ചു കൊടുത്ത ബ്രാൻഡിയുടെ പൈസ. മനോഹരനെ അല്ല, ബാക്കിയും കൂടി പറയാനുണ്ടമ്മേ. 100 രൂപ നിങ്ങൾക്ക് ടിപ്പ്, 50 രൂപ വേണുക്കുട്ടന് ടിപ്പ്. ഇനി ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. മനോഹരൻ ആരുടെ ഓസിന് കഴിക്കില്ല എന്നും കൂടെ പറയാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്കുള്ള ടിപ്പ് ഞാൻ തരാം. വാ. എടി മോളെ, അകത്തുകൊണ്ട് ടിപ്പ് കൊടുത്താൽ മതി. അതത്രേ ഉള്ളൂ അമ്മേ. ആ വാ. ഈ ചേട്ടൻ ഒരിക്കലും നന്നാവൂലമ്മേ. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും പ്രകാശൻ ഇനി ഒരിക്കലും നന്നാവാൻ പോണില്ല. മോളെ കൊല്ലണ്ട. തണുത്ത ഐസായി. നീ എന്താ ഒറ്റയ്ക്കിരുന്ന് കഞ്ഞി കുടിക്കുന്നത്? ഞാൻ നാട്ടുകാരെല്ലാവരും വിളിച്ചു വരുത്തി കഞ്ഞി കുടിക്കാം. വാ, കോമഡി. നല്ല ചൂട്ടിലാണല്ലോ രാവിലെ. എല്ലാവരും കഴിച്ചില്ലേ? ഇത്ര നേരമല്ലേ? എന്നൊരു വാക്ക് വിളിക്കാം, ചേട്ടനൊന്ന് വിളിക്കാം, ഉണ്ടായില്ലല്ലോ. ഞാൻ ചോദിച്ച അമ്മയെടുത്ത് നീ എവിടെയെന്ന്. അപ്പം എന്നോട് പറഞ്ഞ് വെളുപ്പാങ്കാലം വരെ ഏതൊക്കെയോ സിനിമ കണ്ട് കിടക്കുകയായിരുന്നു, അത് പോത്തിനെ പോലെ കിടന്ന് ഉറങ്ങുന്നു. ഞാൻ സിനിമയൊന്നും കാണലായിരുന്നു. ഞാൻ 1-ാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം കണ്ട് കിടന്നുറങ്ങിപ്പോയതാ. എന്തുവാ? 1-ാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം. നീ എന്തിനാടി ഇപ്പൊ 1-ാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രമൊക്കെ കാണുന്നത്? ഇവിടെ വല്ല യുദ്ധം ഉണ്ടാക്കാനാണോ? യുദ്ധം ഉണ്ടാക്കണതേ ചേട്ടന്റെ ഭാര്യ. അവർക്ക് എന്നെ ഒരു വിളിക്കായിരുന്നില്ലേ? എന്നിട്ട് വേണം ഉറക്കത്തിൽ നിന്നെ വിളിച്ചുണർത്തിയെന്നും പറഞ്ഞ് അവളുടെ തലയിലോട്ട് നീ കിട്ട് കയറാൻ. ചേട്ടന്റെ ഭാര്യനെ ആയിരിക്കാൻ നിൽക്കണ്ട. ചെറുപ്പത്തിലേ ചേട്ടൻ എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും വാരി തന്നിട്ട് ചേട്ടൻ കഴിക്കാറുള്ളൂ. എനിക്ക് ഓർമ്മ വരുന്നത് അതല്ല. നീ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഭയങ്കര പൊങ്ങച്ചക്കാരിയായിരുന്നു, തള്ളുവീരത്തി. നീ നിന്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞു ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, TV ഉണ്ട്. എന്നിട്ട് കൂട്ടുകാരികളെല്ലാം കൂടി ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഓർമ്മയുണ്ടോ ചേട്ടാ ഫ്രിഡ്ജ് എവിടെ, TV എവിടെ, വാഷിംഗ് മെഷീൻ എവിടെ എന്നൊക്കെ ചോദിച്ചു. അവസാനം ഞാൻ അവരോട് പറയേണ്ടി വന്നു, മക്കളെ ഇന്നലെ രാത്രി ഇടിമിന്നലുണ്ടായി, അതിലിടിച്ചു പോയി എന്നൊക്കെ. ചേട്ടനെ
പണ്ടേ തിരുവോണത്തിന്റെ അന്ന് ചേട്ടന്റെ കൂട്ടുകാരോടെ കള്ളു കുടിക്കാൻ പോയില്ലേ? എന്നിട്ട് കള്ളു കുടിച്ച് വന്ന് സദ്യക്ക് ഇലയിട്ടിരുന്നപ്പോ ചേട്ടൻ സദ്യയിലും വാള് വെച്ച് കഴിക്കുമ്പോ ഇത് തന്നെ പറയണോടി. പറയും. ചേട്ടൻ ഇങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ വീണ്ടും പഴയ പലതും പറയും. നിനക്കിപ്പോ എന്തുവാ വേണ്ടത്? ഞാൻ പണ്ടത്തെ പോലെ കഞ്ഞി കോരി വാരി ഒഴിച്ചു തരണോ? ഏടാ പെണ്ണിന്റെ കൊഞ്ചല്. ശരി, പാട്ടും വേണോ? അതർക്ക് മണിക്കുട്ടി കുറുമ്പുള്ളൊരമ്മീണി പൂവാലി, നിന്നെ പാട്ട് പഠിപ്പിച്ചതാരടി വായാടി. കേക്ക് ബാ. അല്ല, ഊട്ടി കഴിഞ്ഞെങ്കില് തോളിലിട്ട് ഉറക്കായിരുന്നു. ഇടി ഞാൻ ഉറക്കുവടി. ഞാൻ ഇവക്ക് കഞ്ഞികോരി കൊടുക്കും, തോളത്ത് കിടത്തി ഉറക്കും. എൻ്റെ ഒരേ ഒരു അനിയത്തിയല്ലേ, ഇതെല്ലാം ഞാൻ ചെയ്യും. നാട്ടിൽ നിങ്ങൾ മാത്രമല്ല ആംഗ്ലിയും പങ്കളായിട്ടുള്ളൂ. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. കുടിക്കും. അല്ല, എന്നിട്ട് സ്വത്തിന്റെ കാര്യം വരുമ്പോ ഇതൊന്നും കാണുന്നില്ലല്ലോ, അതെന്താ അങ്ങനെ? ചേച്ചി, ഞങ്ങൾ പണ്ട് എങ്ങനെയാ, ഒരു നാരങ്ങ മിഠായി കിട്ടിയാ ഞങ്ങൾ ആദ്യം തമ്മി തല്ലും, എന്നിട്ട് ഞങ്ങൾ വീതം വെക്കും. അല്ല ഏട്ടാ? നാരങ്ങ മിഠായി പോലെയല്ല സ്വത്ത്. സ്വത്ത് വേറെ, സ്നേഹം വേറെ. കുറച്ച് വെള്ളം കോരി കൊടുക്ക്. അതാ ചേട്ടിക്ക് ചേട്ടൻ എന്നെ സ്നേഹിക്കണ പോലെ ചേച്ചിയെ സ്നേഹിക്കണ ആളില്ലാത്തോണ്ട് വിഷമല്ല, കുശുമ്പ്. എന്തിന്? എനിക്ക് എന്റെ വീട്ടുകാരില്ല എന്നെ സ്നേഹിക്കാൻ വേണ്ടി. നിങ്ങളെ സ്നേഹമൊക്കെ എന്തിനാ? ആ കാലൻ കലാധരനല്ലേ വീട്ടുകാര് സ്നേഹം. എന്റെ അച്ഛന്റെ സ്നേഹം അനുഭവിക്കാൻ അതിനും വീണ യോഗം. മോള് കുടിച്ചോ? പാട്ടു തന്തയ്ക്ക് വിളിച്ചതാ? പാട്ടു ആ, എടുത്ത് പറയണം, ഇല്ലേ അവൾ അതും കൊണ്ട് വരും. തന്തയ്ക്ക് വിളിച്ചത്. പിന്നെ നീ നേരത്തെ സ്വത്ത് വീതം വെച്ചെടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ? ആ സ്വപ്നം വേണ്ട. അത് വീതം വെക്കും. അത് വീതം വയ്ക്കില്ല, അത് മുഴുവനായിട്ട് എനിക്കേ ഉള്ളാവും. കഞ്ഞാട്ട് കുടിച്ചോളാം. പൊക്കം ഒറ്റയ്ക്ക് തിന്നറിയാം എനിക്ക്. നല്ല മുതല്. ഒറ്റയ്ക്ക് വിഴുങ്ങാൻ നിൽക്കുക. ഒറ്റയ്ക്ക് നീയാ ഇപ്പൊ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇടിപ്പാര സ്വപ്നം കണ്ടത് ബാക്കിലുണ്ടായിരുന്നു, പേടിപ്പിച്ചാൽ മതി മനുഷ്യനെ. ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് വിഴുങ്ങാണ്ടാന്ന്, ആരും സ്വപ്നം കാണണ്ടാന്ന്. ഞാനല്ലേ അമ്മേനെ നോക്കുന്നേ. അതിന് മുമ്പ് ഞാനാ നോക്കിക്കൊണ്ടിരുന്നേ. അപ്പൊ മുക്കാഭാഗം സ്വത്ത് നമുക്ക് കിട്ടണം. കണക്കൊക്കെ റെഡി ആക്കിയാ? എന്തോ കണക്കാടി എഴുത്. മുക്കാലൊന്നും അല്ല, മുഴുവൻ എനിക്കാ. ഇവക്ക് കൊടുക്കാനുള്ള മുഴുവൻ കൊടുത്തു. അല്ല, കുറച്ച് കൊടുക്കാം. പിന്നെ അങ്ങനൊന്നും കൊടുക്കണ്ട. ഈ കഞ്ഞിയും പയറും ഒക്കെ കിട്ടുന്ന ഔദാര്യവാ, അത് കഴിച്ചിട്ട് പോയാൽ മതി. കാണാം. ഔദാര്യം എന്നല്ല, എനിക്ക് അവകാശപ്പെട്ട സ്വത്ത്. ഞാൻ കേസിന് പോകും. ഞാനത് തിന്നും ചെയ്യും. ഇവിടുന്നിട്ട് എന്ത് പറഞ്ഞിട്ട് മോള് കേസിന് പോകും? അപ്പൊ മതി, ഞാൻ തിന്നും ചെയ്യും, ചെയ്യും. ഈ കഴിച്ചോണ്ടിരിക്കുന്നതേ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, അത് കഴിച്ചാൽ അങ്ങോട്ട് വയറ്റിലോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് പറ. ഈ മുതലേ എനിക്ക് അവകാശമുണ്ട്, ഞാൻ തിന്നും. കെട്ടുമുട്ടും എടുത്ത് വരാം, ഒരാഴ്ച നിൽക്കാം, ഇവിടെ വെച്ചുണ്ടാക്കുന്നതൊക്കെ കഴിക്കാം, പോവാം. സ്വത്തിന് ആഗ്രഹിക്കേണ്ട. എന്നെ പ്രസവിച്ച ഗർഭപാത്രം ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഞാൻ വരും. അമ്മ എവിടെയാണോ അവിടെ ഞാനുണ്ടാവും. അത് തന്നെയല്ലേ പറഞ്ഞത്, വന്ന ഒരാഴ്ചയൊക്കെ നിൽക്കാം. അത്രേ ഉള്ളൂ. കാണാം. നിൽക്കും ഞാൻ. കേസ് കൊടുക്കും. ഇത്ര നന്ദി കേട്ടോളൂ. ഞാൻ ഇപ്പൊ കോരി വായിലോട്ട് ഒഴിച്ചു തന്നതല്ലേ ഉള്ളൂ. സ്വത്ത് മുക്കാനല്ലേ? ഞാൻ അറിഞ്ഞില്ല അത് ചതിയാണെന്ന്. കൊടുംചതിയൻ, വഞ്ചകൻ. കോരിക്കൊടുത്തെല്ലാം മതിയായിട്ടുണ്ടെങ്കിൽ എണീറ്റ് പോക്കോ. എങ്ങോട്ട് പോയിട്ട് വരുവാ? പലയിടത്തും ഞാൻ പോകുന്നു, എന്നോട് പറയണം. എടാ, നിനക്ക് എന്താടാ ഒരു വ്യത്യാസം മുഖത്തൊക്കെ? എന്ത് വ്യത്യാസം? നിങ്ങളൊക്കെ മീശൻ താടി പഠിച്ചല്ലേ? എന്തോന്നും ഇഷ്ടപ്പെട്ടില്ല? പെമ്പിള്ളാരെ പോലെ ഉണ്ട്. നിന്റെ കൊറിയക്കാരെയുമ്പോ നിനക്ക് ഇഷ്ടമാണല്ലോ മ്യൂഷൻ നാടി പഠിക്കുന്നത്. ഞാൻ ചെയ്ത് നിനക്ക് ഭയങ്കര പുച്ഛണ്ടിരുന്നോ? ഞാൻ സ്റ്റൈൽ മാറ്റി പഠിക്കാൻ തീരുമാനിച്ചു. എടാ അത് ചെയ്യേണ്ട ആൾക്കാര് ചെയ്യണം, അല്ലാണ്ട് നീ ഒന്നും ചെയ്തിട്ടല്ലേ കാര്യമൊന്നുമില്ല. ഞാനേ കുറച്ച് ബോളിവുഡ് ടീം പിരിക്കാൻ തീരുമാനിച്ചു. ഇതെന്തോന്നാ ഈ കയ്യില്? ഇത് മുട്ട, ഇത് പാല്. നീ എന്താ ഹരിത വിപ്ലവം മാറ്റി ക്ഷീര വിപ്ലവം തുടങ്ങിയ?
ക്ഷീര ഹരിതയൊന്നും അല്ല. ഞാൻ കുറച്ച് എൻ്റെ ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് മൊത്തത്തിലൊന്ന് ആള് മാറാൻ പോവാ. നീ നിന്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതി, ഞങ്ങളുടെ ആരോഗ്യമൊക്കെ നോക്കിക്കൂടെ? ഞാനിപ്പോൾ എൻ്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതി. നിന്റെ വേണമെങ്കിൽ തന്നെ പോയി നോക്കി. ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം ഒന്ന് സെറ്റ് ആവാൻ. എന്താടാ നിനക്ക് പെട്ടെന്ന് ബോഡിയൊക്കെ ബിൽഡ് ചെയ്യണം, മുട്ടയും പാലൊക്കെ കഴിക്കണമെന്ന് തോന്നിയേ? സത്യം പറ, അല്ല പെമ്പിള്ളേർ സെറ്റായോ? പെമ്പിള്ളാരാ? എൻ്റെ ലൈഫ് ഇനി പെണ്ണും പടക്കോഴി ഒന്നുമില്ല. ഇനി ഓൺലി ജിം ലൈഫ്. മെഡിറ്റേഷൻ, ജിമ്മ്, ആരോഗ്യം, സമാധാനം, അത്രേ ഉള്ളൂ. ഇതിനൊക്കെ കാശ് വേണം, ആര് തരും? കാശാ? അതൊക്കെ എൻ്റെ അപ്പൻ തരൂടി എനിക്ക്. പിന്നെ അപ്പ ഇപ്പൊ തരും, അപ്പൻ്റെ കാശ് ഇരിക്കുമല്ലേ? നീ അച്ഛൻ തന്നിട്ട് ജിമ്മിൽ പോയത് തന്നെ. നീയൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയാ കാശില്ല കാശില്ല, പക്ഷെ ഞാൻ ചോദിക്കും അച്ഛൻ എനിക്ക് കാശ് ഇഷ്ടംപോലെ തരാറുണ്ട്. നിങ്ങളൊന്നും കാണാം. എടാ നിനക്ക് ജിമ്മിൽ പോകാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ? നിന്റെ കൈയിരിക്കുന്ന നോക്കി പഴത്തൊല്ലി പോലെ. വഴത്തൊലി മാങ്ങാത്തൊലി ഒന്നുമല്ല, അതൊക്കെ പോയി ഇങ്ങനെ അങ്ങ് കയറുമ്പോ എല്ലാം വന്നോളും. എനിക്കും വരും. അത് പിത്ത വണ്ണം, അത് മേലെ കാത്തതിന്റെ ഇങ്ങനെ നീര്, ഫാറ്റ്. നിനക്കിപ്പോ എന്താ വേണ്ട? അന്നും ഞാൻ പൊക്കോട്ടൊന്നും ഇതൊക്കെ പുഴുങ്ങി തിന്നിട്ടാ പോയി. പിന്നെ പുഴുകി തിരിഞ്ഞ് തിന്നി തിന്നും. എടാ നിനക്ക് ഇത്തിരിയെങ്കിലും നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ കുറച്ച് ഇതെടുത്ത് കാണിച്ചാ. എന്തോടുത്ത് കാണിക്കാൻ? പുഷപ്പ്. എന്തോ പുഷപ്പ്? പുഷപ്പ് എടുത്ത് കാണിച്ചാടാ. എത്ര എണ്ണം എടുക്കണം? 100 എണ്ണം എടുക്ക്. എടുക്കടാ. 100? 100. അത് എടുക്കാം. എനിക്ക് മുട്ട പുഴുങ്ങട്ടെ. ഇത് എക്സ്പയർ കഴിയാറായ മുട്ട. ഈ കോഴിക്കുഞ്ഞൊക്കെ വിരിഞ്ഞു വരാം, അതിനും എനിക്ക് പുഴുങ്ങി തിന്നണം. പിന്നെ നീ അല്ലേ അടയിരിക്കാൻ പോണേ? അല്ല, എടുത്തിട്ട് പോടാ. ഉഡായിപ്പ് കൊണ്ട് അങ്ങ് ഇറങ്ങിക്കോളും. എല്ലാണോ പറയണതാ? ഈ വീട്ടിൽ മാത്രമേ ഉണ്ടോ ഇത്രയധികം പാത്രം? കഴിക്കാനും തീരുവല്ല. അല്ലിപ്പൂം കൊമ്പിലോ മുക്കൂറ്റിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. ഏനറിയില്ല ഏലമലക്കാട്ടിലെ മലങ്കുറവാ. അയ്യോ, ഓ തല ഇറങ്ങുന്നു കേട്ടോ പുഷ്പേ. നീ ഒരു നാരങ്ങ ഇച്ചിരി ഉപ്പിട്ട് കലക്കി തന്നെ. തല ഇറങ്ങുന്നു. അന്ന് ഇത്ര പെട്ടെന്നൊരു തല ഇറങ്ങല്? വല്ല പാട്ടെല്ലാം പാടുന്നത് വേണ്ടത്? ഇങ്ങനെ വന്നപ്പോഴാ തല ഇറങ്ങി. BP കുറഞ്ഞായിരിക്കും. പെട്ടെന്ന് നാരങ്ങ ആളെടുത്ത തല ഇറങ്ങുന്നടി. നിങ്ങളെ പെങ്ങള് സരിതിയില്ലേ, അവളെ വിളിച്ചിട്ട് വാ. അവള് കളിക്കി തരും നാരങ്ങ വെള്ളം നല്ല ഉപ്പിട്ടിട്ട്. അവള് എന്റെ പെങ്ങളല്ലേ, നീയല്ലേ എന്റെ ഭാര്യ. തല ഇറങ്ങുന്ന ആ ബോധം നിങ്ങൾക്കുണ്ട്. എന്നിട്ടല്ല ഞാൻ പനി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഒരു സ്പൂണ് കഞ്ഞി ഒരുത്തരുത്തുണ്ടാ? സുന്ദരമായ 2 കിടിലൻ കൈകളല്ലേ ഉള്ളത്. അവളുടെ കൈ തൊലിയൊക്കെ ഞൊറിഞ്ഞ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നല്ല കൈയുണ്ട്, അതുപോലെ അവക്കും കൈയില്ലേ. പിന്നെ നിങ്ങൾ എന്തിനാ കോരി കൊടുത്തേ? അത് ഞാൻ വെറുതെ കോരി കൊടുത്തതല്ലേ. വെറുതെ കോരി കൊടുത്തതാ? വെറുതെ കോരി കൊടുത്തതല്ല, നിങ്ങൾക്ക് അവളോട് നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ട് തന്നെ കോരി കൊടുത്തേ. എന്തോന്നാണ് ഇത്? എനിക്ക് ഭാര്യയോട് ഏറ്റവും സ്നേഹം എന്ന് ബാക്കിയുള്ളവരൊക്കെ പരാതി പറയുന്നു. എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. ഭാര്യയോടുള്ള സ്നേഹം, പെങ്ങളോടുള്ള സ്നേഹം, പിള്ളേരോടുള്ള സ്നേഹം. അങ്ങനെയാ. അയ്യോ, നിങ്ങൾ എന്നെ അത്ര ബുദ്ധിമുട്ടി ഇഷ്ടപ്പെടണ്ട കേട്ടാ. ബുദ്ധിമുട്ടിയല്ല, ആത്മാർത്ഥമുള്ള സ്നേഹം. വേണ്ട, ഇഷ്ടപ്പെടണ്ട. ഞാനുണ്ട് എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടുന്നത് നല്ലതല്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഇതുപോലത്തെ പരട്ട സ്വഭാവമാണ് നിന്നെ ആരും ഇഷ്ടപ്പെടാൻ. നിങ്ങളെ അമ്മയില്ലേ അപ്പുറത്ത്? അവിടെ ഉണ്ട്. ഉണ്ടാ? എന്നാ അവിടെ പോയി നോക്ക്, അപ്പൊ മനസ്സിലാവും ആർക്കാ പരട്ട സ്വഭാവം. എത്തിയല്ലോ അതിലോട്ട്. എന്ത് പറഞ്ഞു തുടങ്ങിയാലും അവസാനം അമ്മയിൽ വരും. ദേ വന്നല്ലോ അമ്മയുടെ പുന്നാര മോൻ. ഇവൻ എന്റെ മോനാ? എന്നാ നിങ്ങളെ എല്ലാ ഉടായ്പ സ്വഭാവം ഇവനും അറിയാം. എന്ത് ഉടായ്പ സ്വഭാവം? നല്ല സ്വഭാവമാ. എനിക്ക് ആരുടെ സ്വഭാവമൊന്നുമില്ല. ഐ ഹാവ് മൈ ഓൺ ഐഡന്റിറ്റി. PSC ടെസ്റ്റ് എഴുതാൻ പോകുന്നില്ല, അതുപോലെ നേരെ പറയാൻ അറിഞ്ഞൂടാ. അതുപോലെ ഈ ഐഡന്റിറ്റി ഉള്ള മോന്റെ കയ്യിൽ എന്തുവാണ് ഇരിക്കുന്നത്? ഇത് മുട്ട, ഇത് എരുമപ്പാൽ. ഇവിടെ മുട്ടയും പാലും ഉള്ളപ്പം പിന്നെ നീ എന്തിനാണ് ഇത് മേടിച്ചോണ്ടേ? അമ്മ, ഇത് എരുമപ്പാൽ. ഇത് ഇനി തൊട്ട് എനിക്കുള്ള ഫുഡ് ഇതാണ്. ഇത് രണ്ടും ഇത് നല്ല പോഷക സമൃദ്ധമായ സാധനമല്ലേ എരുമപ്പാല്. എന്നാ ഒരു കാര്യം ചെയ്തു, ഒട്ടകത്തിന്റെ പാല് മേടിച്ചോ, ഇതിനെക്കാട്ടി നല്ലതായിരിക്കും. ഒട്ടൊന്നും അല്ലമ്മേ, എരുമപ്പാലെല്ലാം. നമ്മുടെ ധോണിയില്ലേ, മഹേന്ദ്ര സിംഗ് ധോണി, ദിവസവും 2 ബക്കറ്റാണ് കുടിക്കുന്ന എരുമപ്പാല്. അതല്ലേ മറ്റേ കുടക്കി കടിക്കുന്ന ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ. എടാ, ചാർലി ചാപ്ലിൻ കുടിച്ചുകൊണ്ടിരുന്ന കഴുതപ്പാലാന്നാ പറയുന്നത്. നീ അത് വാങ്ങിച്ചു കൂടി. എടാ സഞ്ജു, നീ ധോണിയുടെ മോനല്ലല്ലോ, പാപ്പാടി പ്രകാശിന്റെ മോനല്ലേ? ആ
അപ്പൊ എരുമപ്പാല് കുടിക്കാനായിട്ടില്ല മോനെ. എന്താ പാപ്പാടി പ്രകാശന് ഒരു കുഴപ്പം? എന്ത് കുഴപ്പം ഇല്ലാത്തത് അത് പറ. വലിയ കുഴപ്പവും ഇല്ല. എടാ മക്കളെ, നീ നിന്റെ ആരോഗ്യം നോക്കണം. സർവ്വധന അൽപ്രധാനം ആരോഗ്യം. നിനക്ക് എന്ത് സപ്പോർട്ട് വേണേലും ഈ അച്ഛൻ ചെയ്തു തരും. വല്ല അസുഖം വന്ന് കിടന്നാണ്ടല്ലോ നോക്കാൻ ഒരുത്തരും കാണത്തില്ല. അല്ല, നിങ്ങളെ നോക്കാൻ നിങ്ങളെ പങ്കളില്ലേ, പിന്നെന്താ? അല്ലേടാ, അത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞേ. നോക്കാൻ ഭാര്യയും കാണത്തില്ല, പെങ്ങളും കാണത്തില്ല, ഒരു മനുഷ്യരും കാണത്തില്ല. അതൊക്കെ എനിക്ക് അറിയാം അച്ഛാ. അതുകൊണ്ടല്ലേ ഞാൻ എടുത്തോട്ട് ജിമ്മിൽ പോകാൻ പോകുന്നത്. അടിച്ച് തകർക്കണം. ഇവിടെയൊക്കെ മസിലാക്കണം. അച്ഛന്റെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് ഒരു 3000 രൂപ വേണം ഫീസ് കൊടുക്കാൻ. നാളെ തന്നെ ചേർന്നു. എന്തിനാ 3000 രൂപ? ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാൻ ജിമ്മിൽ ചേരാൻ വേണ്ടി. 3000 രൂപ കൊടുത്തിട്ടുള്ള മസിലൊന്നും വേണ്ട. അതല്ലാതെ കിട്ടുന്ന മസിലൊക്കെ മേടിച്ചാൽ മതി. അല്ല, എക്യുപ്മെന്റ്സിനൊക്കെ പോയി അടിച്ച് പഠിച്ചങ്ങനല്ലേ കയറി വരത്തുള്ളൂ. അതുകൊണ്ട് ജിമ്മിൽ തന്നെ പോകണം. എടാ, ജിമ്മിൽ പോയാൽ ഈ ജിമ്മ് വലിയ കുഴപ്പമാട്ടോ. അത് ഇളക്കം, ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. നീ അതല്ലാതെ ബോഡി ബിൽഡ് ചെയ്തെടുത്താൽ മതി. അതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ വല്ല അസുഖം വരുവേ. പാലൊക്കെ പോയേനെ ഇപ്പൊ, സൂക്ഷിച്ചു വേണേ. അവിടെ സഞ്ജു പൈസക്ക് ചോദിച്ചപ്പോ എസ്കേപ്പ് ആയത് കണ്ടാ. എന്നാലേ ഒരു 3000 രൂപ തരൂ. എന്ത്? ഒരു 3000 രൂപ തരുമോ ജിമ്മിൽ കൊടുക്കാൻ? എന്തിനാ? കേറ്റാൻ എന്ത് മസില്. 3000 രൂപ കൊടുത്തിട്ട് പോയി 2 അക്ഷരം പഠിക്കടാ. എന്നിട്ട് പാസ്സായിട്ട് സർക്കാർ ഉദ്യോഗം മേടിക്കാൻ നോക്ക്. ഇമ്മലെ കുമ്പാന്ന് നമുക്ക് ഒന്നിച്ച് അമ്മയും കൂടെ ഡിസ്കൗണ്ട് കിട്ടും. 3000 രൂപ കൊടുത്തിട്ടുള്ള ജിമ്മിലൊന്നും പോണ്ട. ഇപ്പൊ 3000 രൂപ അച്ചടിച്ച് വെച്ചിനി നിന്റെ അച്ഛൻ. ആണോ? ആണ്, അച്ചടിച്ച് വെച്ചിന് അലമാരയിലുണ്ട്. പോയി എടുത്തിട്ട് വാ. എന്നെ വിളിച്ചോ? ഇല്ല, ഞാൻ ഒപ്പിച്ചോളാം. പൈസയുടെ കാര്യം പറഞ്ഞോണ്ടായിരിക്കും എന്നെ വിളിച്ചതെന്നാക്കിയ. ചെറുക്കം പോയാ 3000 രൂപ മസിൽ വയ്ക്കാൻ. നീ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ചാൽ പോലെ മസിൽ വയ്ക്കാൻ. എന്റെ മസിൽ വെക്കണം. ഇത് മസിലല്ല, ഇത് തിന്നിട്ട് ഫാറ്റ് കയറിയതാ. ആ ഫാറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് മസിലാവുന്നത്. നീ ജിമ്മിൽ പോകണുണ്ടോ? എനിക്ക് ജിമ്മിലൊന്നും പോണ്ട ആവശ്യമില്ല. വീട്ടിലെ ജോലി തന്നെ ചെയ്താൽ മതി. ഇതൊക്കെ തന്നെ ധാരാളം. കാരണം ഈ പയറ്റ് മുഴുവൻ നീ എന്റെ മേത്തിട്ടാണല്ലോ തീർക്കുന്നത്. ചെക്കൻ പൈസക്ക് ചോദിച്ചപ്പോ എന്താ വേഗം ഓടിയേ? അങ്ങനെ നമ്മൾ പിള്ളേരെ ധാരാളിത്തത്തിലൊന്നും വളർത്തരുത്. നമ്മളൊക്കെ സാധാരണ കുടുംബത്തിൽ വളർന്നത്. 3000 രൂപ അതാ ധാരാളിത്തം. 3000 വെറും നിസ്സാരമാണ്. പക്ഷെ കൊച്ച് അതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു വേണം വളരാൻ. നീ പിള്ളേരെ അനാവശ്യമായിട്ട് വഴിവിട്ടാണ് സഹായിക്കുന്നത് കേട്ടോ. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളല്ലാണ്ട് വേറെ ആരാ ചെയ്യണ്ടേ? ശരി, എന്നാലും പിള്ളേർ ധാരാളിത്തത്തിലൊന്നും വളരാൻ പാടില്ല. ഞാനൊക്കെ എന്റെ കാലത്ത് 50 രൂപ ജിമ്മിൽ കൊടുത്താ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെയാണ് ഈ ഫാമിലി പാക്ക് ഒക്കെ കിട്ടിയത്. അതിയാൻ്റെ അമ്മ വയസ്സാം കാലത്ത് മക്കളെ ഒന്ന് ചൊറിഞ്ഞു താടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കളിയാക്കി ചിരിച്ചു. ഓ, അതിൻ്റെ ഫലവാ ഇന്നീ കടന്ന് മാത്തുന്ന. മക്കളെ അമ്മയുടെ പുറന്ന് ചൊറിഞ്ഞടി. എന്റെ പുറന്ന് ചൊറിഞ്ഞ അപ്പടി കടി. ഇതിനാണോ എന്നെ വിളിച്ചേ? എന്നെ കൊണ്ടൊന്നും വലിയ ചൊറിഞ്ഞാരാനൊന്നും. എന്റെ പൊന്നു കുഞ്ഞ എന്റെ കൈ എത്താന്നിട്ടാ ഒന്ന് ചൊറിഞ്ഞു തന്നേടി. ഓ, എന്നെ കടിയാ. പിന്നെ എനിക്കിതല്ലേ പണി, ചൊറിഞ്ഞാരല്. എന്തുവാ മധു, ഒന്ന് ചൊറിഞ്ഞു തന്നെ മക്കളെ. ഇച്ചിരി താഴെ. ഇത്ര ചൊറിച്ചിലാണെങ്കിൽ വല്ല ഡോക്ടറെ കണ്ടൂടെ? ഡോക്ടറെ കണ്ടിട്ടൊന്നും ഇത് മാർത്തൊന്നുമില്ല. പിന്നെ ഇതുവരെ ഞാൻ ചൊറിഞ്ഞു തരൂ? എടി ഇതെന്റെ കർമ്മയോഗം അടി കുഞ്ഞെ. കർമ്മയോഗോ? ആ, എന്ത് കർമ്മയോഗം? എന്തോടുക്കുവാ ഇവിടെ ഇരുന്ന്? സുഖാണോ? ചൊറിഞ്ഞോണ്ടിരിക്കണ കണ്ടില്ലേ? ഇതൊന്നും ഇങ്ങനെ ഉരുട്ടി പേടിപ്പിക്കുന്നത് തന്നെ. ഞാൻ സുഖം നടക്കാൻ വേണ്ടി വന്നതല്ലേ. ആ, നല്ല സുഖമായിട്ടിരിക്കണേ. എന്തു പറ്റി? എടാ ചൊറിച്ചിലാന്ന്. ചൊറിച്ചില്ല? ആ, കൊറേ നേരായി. അമ്മക്ക് ഇട്ടപ്പോഴും നല്ല ചൊറി മാന്തമല്ല. അതിന്റെ ഇപ്പൊ ദൈവം കൊടുത്തതായിരിക്കും. അതാണോ കർമ്മയോഗം? അച്ഛമ്മക്കിട്ട് കർമ്മ കൊടുത്തു. ചട്ടി വെച്ചോന്നോ പഠിപ്പിക്കുമ്പോ. അല്ല, സമാധാനപ്പെട്ട. ഞാനേ ഒരു ടിപ്പി വെക്കാൻ വേണ്ടി വന്ന അച്ഛമ്മയോട്. എന്താ ടിപ്പ് വയ്ക്കുക? ഹോട്ടലോ? അയ്യോ, നല്ല ചളി. എന്ത് ചളി പടാർന്നു? അച്ഛമ്മേ, നമുക്ക് നല്ല പുഷ്ടിപ്പെടാനും ആരോഗ്യം വെക്കാനൊക്കെ എന്ത് ടൈപ്പ് ഫുഡാ കഴിക്കണമെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞാ മതിയാ? എടാ ഈ ആനയൊക്കെ കഴിക്കില്ലേ പനയോല? വെട്ടിയടിച്ചാൽ മതി, നല്ല ആരോഗ്യം വരും.
നിന്റെ പൊന്നു മതോ നീ നിന്റെ കെട്ടിയ അണ്ണാക്കിലോട്ട് വെച്ചം കൊടുത്താൽ മതി കേട്ടാ കല്യാണം കഴിയുമ്പോ. ആ ആവട്ടെ ആ, ഓ ഓ ഓ അങ്ങോട്ട് മൂങ്ങാടെ മതം വെച്ച് എന്നെ ചൊറിയാൻ വരും. നീ ഏതാ? നീ പോടാ. അച്ഛമ്മ കാര്യം പറഞ്ഞ അച്ഛമ്മ എന്തോ ചെയ്യണേ? എടാ ഞാൻ പറഞ്ഞരാടാ. നീ പറഞ്ഞു തരണ്ടാ. അതെ നീ ആനനെ വിങ്ങിയ പോലെ ഇങ്ങനെ കൃമി പോലെ ഇരിക്കുള്ളൂ കേട്ടാ. ഇത് എന്നെ ചുമ്മാ പൊടിഷൻ ചെയ്യല്ലേ മധു? നീ നിന്റെ മോൻ കണ്ണാടി പോയി നോക്കിയിട്ടുണ്ടാ? നീ ഒരു കാര്യം ചെയ്ത് നിനക്ക് തടി വെക്കണം എന്നല്ലേ നീ പറഞ്ഞത്? നീ ഇവിടെ ഒരു തൂമ്പ എടുത്ത് ആ പറമ്പെല്ലാം അങ്ങോട്ട് കിളച്ച് മറിച്ച് ആ തെങ്ങിന് തടവൊക്കെ അങ്ങോട്ട് പോരും. അപ്പം നിനക്ക് വണ്ണവും വെക്കും ആരോഗ്യവും വെക്കും. നീ ചൊറിഞ്ഞോടി കുഞ്ഞേ. ഓ